യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഓരോ വാക്യങ്ങൾ വായിക്കാറുണ്ടല്ലോ. അത് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് തുടങ്ങിയത്. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അനുഗ്രഹിച്ചിരിക്കുന്ന. അടുത്ത വാക്യം, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുന്നമേ അവനിൽ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ കാര്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ക്രൂശിൽ ചെയ്തതിൻ്റെ സാധ്യത അനുഭവിക്കാനാണ് ഈ 2023-24 കാലയളവിൽ നാം ജീവിക്കുന്നത്. ഒരിക്കൽ യേശു ചെയ്തത്. അടുത്ത വാക്യം എങ്ങനെയാണ്? തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. അപ്പോൾ നാം ദത്തെടുക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ മക്കളല്ലായിരുന്നു, എന്നാൽ നമ്മെ ദത്തെടുത്തു. ദത്തെടുക്കപ്പെട്ടവർ. വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. നമ്മൾ അവകാശികളല്ല, നമ്മൾ ലോകക്കാരായിരുന്നു, ശാപത്തിൻ്റെ വകയായിരുന്നു. ന്യായപ്രമാണ പ്രകാരം നോക്കിയാൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. എന്നാൽ യേശു അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി കീറിക്കളയാൻ മനസ്സായി. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറിപ്പോയി. എന്താണ്? ആ തിരശീല കീറിയപ്പോൾ നമുക്ക് ഒരു പുതിയ വഴി തുറന്നു കിട്ടി. അതുകൊണ്ട് നാം ദത്തെടുക്കപ്പെട്ടവരാണ്. മക്കൾ എന്ന പദവിയിലേക്ക് ദൈവം നമുക്ക് അവസരം തന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1-ാം അധ്യായം 11-ാം വാക്യം 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം തന്നു. യേശുവിനെ കൈക്കൊണ്ട് എല്ലാവർക്കും നാം ദത്തെടുക്കപ്പെട്ടവരാണ്. മക്കൾ എന്ന പദവിയിലേക്ക് എടുക്കപ്പെട്ടു. ഒന്നുകൂടി പറഞ്ഞാൽ എങ്ങനെ? അതിനൊരു ഉദാഹരണമായിട്ട്, ലേവ്യ കുടുംബത്തിൽ ജനിച്ച മോശ, ആ മോശയെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം 3-ാം മാസം ഒളിച്ചു വെക്കാൻ കഴിയാതെ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് ചുറ്റും കീലും പശയും തേച്ച് ആ പെട്ടകത്തിൽ ഈ കുഞ്ഞിനെ കിടത്തി നൈൽ നദിയിൽ വെച്ചു. ഈ പെട്ടകം ഒഴുകി ചെന്നത് രാജകൊട്ടാരത്തിൻ്റെ പടിക്കെട്ടുകളിലേക്കാണ്. ആ സമയത്ത് ഫറവോന്റെ പുത്രി കുളിക്കുവാൻ വന്നു. ദൈവം എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നത് കണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളവർക്ക് എല്ലാം ദൈവം വേഗത്തിൽ കണക്റ്റ് ആക്കും. ജോസഫിൻ്റെ ഒരു പെങ്ങളുണ്ട്, ഏകദേശം ഒരു 12 വയസ്സുള്ള മിരിയാം മോൾ. അവൾ ഇങ്ങനെ പറഞ്ഞു, പൈതൽ എന്തായി തീരും? ആ കാഴ്ച അവൾ നോക്കിക്കൊണ്ടിരുന്നു. ഫറവോന്റെ പുത്രി ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. തോഴിമാര് ചെന്ന് ഈ പെട്ടകം തുറന്ന് നോക്കുമ്പോൾ ഒരു എബ്രായ കുഞ്ഞിനെ കൊന്നുകളയണം, ആൺകുഞ്ഞാണെങ്കിൽ. എന്നാൽ ഈ ഫറവോന്റെ പുത്രിക്ക് അവനോട് മനസ്സലിവ് തോന്നി. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം ഒത്തിരി പേര് നമ്മളോട് മനസ്സലിവ് തോന്നാറില്ലേ? പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ചിലർക്ക് നമ്മോട് മനസ്സലിവ് തോന്നി. കോടതിയിൽ ചെന്നപ്പോൾ ജഡ്ജിക്ക് മനസ്സലിവ് തോന്നി. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടറിന് പ്രത്യേകമായി നമ്മോടൊരു മനസ്സലിവ് തോന്നി. സ്കൂളിലെ ടീച്ചർക്ക് കുഞ്ഞുനാളിൽ നമ്മോടൊരു മനസ്സലിവ് തോന്നി. ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മോട് മനസ്സലിവ് തോന്നിയതിൻ്റെ കാരണം പോലും നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പുമാണ്. അങ്ങനെ ഈ മോശക്കുഞ്ഞ് ഫറവോന്റെ മകളുടെ ഒരു പുത്രനായി വളർന്നു. ഞാനിവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് മോശ എന്ന് പേരിട്ടു. ഫറവോന്റെ പുത്രിയുടെ മകനായി മിസ്രൈമിലെ മുഴുവനും
സമ്പത്തിന്റെ അവകാശി, കിരീടാവകാശിയായി വളർന്നു, ദത്തെടുക്കപ്പെട്ടു. ഇതാണ് ദത്തെടുക്കൽ. ഇത് തന്നെയാണ് നമുക്ക് സംഭവിച്ചത്. അവന്റെ രക്തത്താൽ നാം ദത്തെടുക്കപ്പെട്ടു. നാം ദൈവത്തിൻ്റെതായി മാറി. മുമ്പ് നമ്മൾ ദൈവത്തിൻ്റെതല്ലായിരുന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മൾ യേശുവിനെ പാടുമ്പോൾ, ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയും ആനന്ദ കണ്ണുനീരും നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകും. നമുക്ക് ചേർന്ന് യേശുവിനെ ആരാധിക്കാം. Search for all eternity, Lord, and find there is none like you. There is none like you, Jesus. No one else can touch my heart like you do. I could search for all eternity, Lord, and find there is none like you. Your mercy flows like a river wide, healing
യെശയ്യാ പ്രവചനം നമ്മൾ 9-ാമത്തെ അധ്യായത്തിലാണല്ലോ ധ്യാനിക്കാൻ തുടങ്ങിയത്. യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും മനോഹരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം യെശയ്യാ പ്രവചൻ്റെ പുസ്തകമാണ്. അതിനകത്ത് മുഴുവനും നമ്മുടെ ജീവിതത്തെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കും. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ മനുഷ്യനെ എല്ലാം മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ്. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് ദൈവം അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപം കടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും, പഞ്ഞി പോലെയായിത്തീരും. എന്താ കാരണം? ദൈവം മനുഷ്യനെ വെല്ലുവിളിക്കുന്നു. ഒരിക്കലും വിടുതലില്ല, ഒരിക്കലും സൗഖ്യമില്ല, ഒരിക്കലും ഒരു ഭാവിയില്ല എന്ന് പറയുന്നവരെ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്നെ ഞാൻ ഭാവിയുള്ളവനാക്കും, നിന്നെ ഞാൻ ഉയർച്ചയുള്ളവനാക്കും, നിന്നെ ഞാൻ ശക്തനാക്കി മാറ്റും. അതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് നിങ്ങളുടെ പാപം എത്ര കഠിനമാണെങ്കിലും, ചിലർ പറയും ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, എൻ്റെ പാപം എത്ര കടുപ്പമാണ്. ദൈവം പറയുന്നു, വാ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ ആ കടും ചുവപ്പായ പാപത്തെ ഞാൻ മഞ്ഞുപോലെ വളരെ വെണ്മയുള്ളതാക്കി മാറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മളെല്ലാവരും ദൈവമക്കളായി തീർന്നു എന്ന സത്യം നമ്മൾ അറിയണം. ആ യെശയ്യാവ് 9-ൽ 6 നമ്മൾ വായിച്ചത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന് പേർ വിളിക്കും. അടുത്തത്, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകത്തില്ല. ആധിപത്യം വളരും. ഓരോ ദിവസം കഴിയും തോറും യേശുവിൻ്റെ അധികാരം വളരുന്നതാണ്. ആധിപത്യം വർദ്ധിച്ചു വരും. ഓരോ ദിവസം കഴിയും തോറും പിശാചിന്റെ ശക്തി ക്ഷയിച്ചു പോകും, ദൈവമക്കളുടെ ശക്തി വർദ്ധിച്ചു വരും. അതുകൊണ്ടാണ് ദാവീദിന്റെ കുടുംബവും ശൗലിന്റെ കുടുംബവും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു എന്ന് നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നു. എന്നാൽ ദാവീദിന്റെ കുടുംബത്തിന് ശക്തി കൂടി വന്നു, ശൗലിന്റെ കുടുംബമോ ക്ഷയിച്ചു വന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതായത് പിശാചിന്റെ ആധിപത്യം ക്ഷയിച്ചു പോകും, എന്നാൽ ദൈവത്തിന്റെ ആധിപത്യം വർദ്ധിച്ചു വരും. യുദ്ധം എത്ര വർദ്ധിച്ചാലും, പിശാചി എത്ര തേർവാഴ്ച നടത്തി എത്ര പേരെ കൊല്ലാൻ നോക്കിയാലും, ജീവന്റെ മാർഗത്തിന്റെ ആധിപത്യം വർദ്ധിച്ചു വരും, സൗഖ്യം വർദ്ധിച്ചു വരും. നമ്മൾ നോക്കുമ്പോൾ രോഗം വർദ്ധിക്കുന്നു, അപകടം വർദ്ധിക്കുന്നു, മരണം വർദ്ധിക്കുന്നു, കാലാവസ്ഥ വ്യതിയാനം മനുഷ്യരെ കൊല്ലുന്നു, ചൂട് വർദ്ധിക്കുന്നു, ന്യൂനമർദ്ദം, വെള്ളപ്പൊക്കം, മരണം, അപകടം, കലാപം വർദ്ധിക്കുന്നു. പേടിക്കണ്ട, യേശുവിൻ്റെ ആധിപത്യം വർദ്ധിക്കുന്നതാണ്. എത്ര പേരതിന് ആമേൻ പറയും? യേശുവിൻ്റെ ആധിപത്യം വർദ്ധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയിൽ, യേശു ഭരിക്കുന്ന ഈ ഭൂമിയിൽ, അവൻ്റെ ആധിപത്യത്തിൻ്റെ കീഴെയുള്ളവർ നന്മകൾ കാണും, അവർ ഉയർച്ച പ്രാപിക്കും. ചിലർ വിചാരിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ യേശു ഇപ്പോൾ വാഴുന്നില്ലെന്നാണ്. ആര് പറഞ്ഞു? യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ എല്ലാ ഭാഗത്തും പുറപ്പെട്ട് സകല സൃഷ്ടികളോടും സുവിശേഷം പറയുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഇരിക്കും. ഇപ്പോൾ ദൈവം, യേശു കർത്താവ് വാഴുന്ന സമയമാണ്. യേശു പിതാവിൻ്റെ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് വാഴുന്ന സമയമാണ്. യേശുവിനോട് പിതാവ് പറഞ്ഞു, നിന്റെ ശത്രുക്കളെ നിന്റെ കാലിൻ്റെ കീഴെ ആക്കി വെക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നു. ദാവീദിന്റെ കർത്താവായ യേശു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കാര്യം ദാവീദ് എടുത്തു പറയുകയാണ്. അപ്പോൾ യേശു ഇപ്പോൾ വാഴുകയാണ്. എന്തിനാണ്? ശത്രു പാദപീഠം ആകുവോളം. അതായത് ഇന്ന് യേശു പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന്
നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പാർക്കുന്ന ഈ കാലത്ത് നാം അധികാരികളായി മാറണം, നാം അഭിഷിക്തരായി മാറണം, നാം അത്ഭുതങ്ങളായി മാറണം, നാം വിടുതലുകൾ ചെയ്യണം, നാം അഭിവൃദ്ധി പ്രാപിക്കണം, നാം ഉയർച്ച പ്രാപിക്കണം, നാം സമാധാനം ഒഴുക്കുന്നവരാകണം. അതുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിലൂടെ സമ്പാദിച്ചത് മുഴുവനും 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടിയല്ല, ഇപ്പോഴത്തേക്ക് വേണ്ടിയാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളും ഞാനും അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ കീഴെ ചവിട്ടി മെതിക്കപ്പെടും. എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു. അതാണ് എഫേസ്യർ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അവനിൽ നമ്മൾ പരിപൂർണരാണ്. എല്ലാ അധികാരത്തിനും എല്ലാ വാഴ്ചയ്ക്കും തലയായ അവനിൽ നമ്മൾ പരിപൂർണർ ആകുമെന്നല്ല, പരിപൂർണർ ആയിരിക്കുന്നു. ഈ സത്യം ഒരു ദൈവ പൈതൽ അറിഞ്ഞ് കർത്താവിൽ സന്തോഷിക്കണം. മാത്രമല്ല ആ എഫേസ്യർ 1-ന്റെ അവസാനത്തിൽ പറയുന്നത് 22-23 സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഇതെല്ലാം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വേദപുസ്തകം നന്നായിട്ട് അറിയണം. വേദപുസ്തകം അറിയുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് അറിയുന്നത്. ഇതിനെ എല്ലാം നമ്മുടെ കയ്യിൽ തന്നിരിക്കും. നമ്മുടെ വീട് അത്ഭുത വീടാകും, നമ്മുടെ വീട് സമ്പന്ന വീടാകും, നമ്മുടെ വീടിൻ്റെ അവസ്ഥ മാറും. കടക്കണിയിൽ നിന്ന് നമ്മൾ പുറത്തു വരും, ജപ്തിയിൽ നിന്ന് പുറത്തു വരും, ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരും, ഇല്ലായ്മകളിൽ നിന്ന് പുറത്തു വരും, നിരാശകളുടെ എല്ലാ അവസ്ഥയിൽ നിന്നും പുറത്തു വരും. ഈ സത്യം അറിഞ്ഞാൽ മതി. ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന നന്മ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അതിനെ സ്വന്തമാക്കണം. ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിക്ക് സദൃശം. ഒരുവനത് കണ്ടിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. എന്താണ് വയലിൽ ഒളിച്ചു വെച്ച നിധി? നമ്മൾ ഓരോരുത്തരുമാണ്. ഒരിക്കൽ നമ്മൾ വിധിയായിരുന്നു, ഒരു വിധിക്കപ്പെട്ടവരായിരുന്നു പാപത്തിനും ശാപത്തിനും. എന്നാൽ ഇന്ന് നമ്മൾ നിധികളായി മാറി. ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിക്ക് സദൃശം. ഒരുവൻ അത് കണ്ടു. ആര്? യേശു കർത്താവ്. നമ്മളാകുന്ന നിധികളെ അവൻ കണ്ടിട്ട് പോയി, ക്രൂശിലേക്ക് പോയി, തനിക്കുള്ളതെല്ലാം വിറ്റ് ആ ക്രൂശ് മരം ചുമന്നുകൊണ്ട് അടികളേറ്റ് പോയി തനിക്കുള്ളതെല്ലാം ചെലവാക്കി തൻ്റെ ജീവൻ, തൻ്റെ ശരീരം മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തു. പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, തൻ്റെ ജീവൻ കൊണ്ട് നമ്മെ വിലക്ക് വാങ്ങി. പോയി തനിക്കുള്ളതെല്ലാം ചെലവാക്കി ഈ വയൽ വാങ്ങി. നാം വളരെ വിലപ്പെട്ടവരാണ്. വയലിൽ ഒളിച്ചു വെച്ച വിലയേറിയ നിധികളാണ് ഞാനും നിങ്ങളും. ഈ ഒരു അർത്ഥത്തിൽ വേദപുസ്തകത്തെ ധ്യാനിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ സത്യത്തിലേക്ക് വന്ന് ഈ അനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മൾ പറയും കർത്താവ് ഉണ്ട്, കർത്താവ് ചെയ്യുമായിരിക്കും, കർത്താവ് വിടുവിക്കുകയായിരിക്കും, ചിലപ്പോൾ ദൈവം തന്നാ തന്നു, ഒത്താലൊത്ത് പ്രാർത്ഥിച്ചു നോക്കാം, കിട്ടിയാൽ ഒരു ആന, പോയാ ഒരു വാക്കല്ലേ? അല്ല, പോയാൽ ഒരു വാക്കല്ല. നീ പ്രാർത്ഥിച്ചത് 100-ൽ 100% മറുപടി കിട്ടും. കാരണം നീയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? ദൈവ പൈതലാണ്. ജോർജ് മുള്ളർ എന്ന ദൈവദാസനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. 10,000 വിഷയം താൻ പ്രാർത്ഥിച്ചിരുന്നു. തൻ്റെ ഒടുവിലത്തെ നാളുകളിൽ ചെന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും മറുപടി കിട്ടിയോ? ജോർജ് മുള്ളർ പറഞ്ഞു, അദ്ദേഹം ആ കാലത്ത് 25,000 അനാഥ കുഞ്ഞുങ്ങളെ വിശ്വാസത്താൽ വളർത്തിയിരുന്നു. അത്ഭുത മനുഷ്യൻ, വിശ്വാസ മനുഷ്യൻ. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയോ? അദ്ദേഹം പറഞ്ഞു, 3 വിഷയത്തിന് മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദ്യകർത്താവ്, അതിന് കിട്ടുമോ? അദ്ദേഹം ഗൗരവത്തോടെ ആ ചോദിച്ച ആളെ നോക്കിയിട്ട്, എന്തുകൊണ്ട് ലഭിക്കില്ല? മുള്ളറാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവനയാണ്. മുള്ളറാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചാൽ
അവൻ്റെ നാമത്തിൽ അവൻ്റെ ഹിതപ്രകാരം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു. ധൈര്യം, ഞാൻ എന്തപേക്ഷിച്ചാലും, അത് എത്ര വലിയ കാര്യമാണെങ്കിലും. അതുകൊണ്ട് യേശു പറഞ്ഞു, ചോദിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെണ്ണം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അതിൻ്റെ അർത്ഥം, ചിലർക്ക് സൈക്കിൾ കിട്ടിയാൽ സന്തോഷം പൂർണ്ണമായി, ചിലർക്ക് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ കിട്ടിയാലും മതി, സന്തോഷം പൂർണ്ണമായി. ചിലർക്ക് ഒരു സ്കൂട്ടർ കിട്ടിയാലേ സന്തോഷം പൂർണ്ണമാകും. ചിലർക്ക് അത് പോരാ, ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ തന്നെ കിട്ടണം, അവൻ്റെ സന്തോഷം മതി. നിനക്കത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ചിലർക്ക് ഹിമാലയയുടെ മോട്ടോർ ബൈക്ക് തന്നെ കിട്ടണം, അത് കിട്ടി, അവൻ്റെ സന്തോഷം. ചിലർക്കത് പോരാ, ചിലർക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി 800 എന്ന് പറഞ്ഞൊരു കാറുണ്ടല്ലോ, അതെങ്കിലും മതി കർത്താവേ, അവൻ്റെ സന്തോഷം പൂർണ്ണമായി. നിബന്ധനകളൊന്നുമില്ല. ചിലർക്ക് അതൊന്നും പോരാ. ചിലർ പറയും, എനിക്ക് ലംബോർഗിനി, അതിന് 1 കോടി രൂപ വിലയുണ്ട്, അത് ദൈവം തരും. അവൻ്റെ സന്തോഷം പൂർണ്ണമാക്കാൻ അവൻ ഉദ്ദേശിച്ചത് കിട്ടണം. ചിലർക്ക് വാടക വീട് മതി കുഞ്ഞെ, നിന്റെ വിശ്വാസം, കർത്താവേ എനിക്കൊരു വാടക വീട് വേണം. അതെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ചിലരത് പോരാ കർത്താവേ. ചിലരുടെ സന്തോഷം പൂർണ്ണമാകാൻ അവരുടെ പ്രാർത്ഥന വിഷയം കട്ടിയാണ്, പക്ഷെ തരുന്ന ആള് രാജാതി രാജാവാണ്. എന്തു ചോദിച്ചാലും തരുന്ന രാജാതി രാജാവിൻ്റെ അടുത്ത് ചില്ലറ മാറാൻ പോകരുത്. 100 രൂപ നോട്ടിന് ചില്ലറ മാറാൻ കർത്താവിൻ്റെ അടുത്ത് പോകരുത്. വലിയ കാര്യങ്ങൾ ചോദിക്കും. സമ്പന്നനായ, സകല മനുഷ്യരെ സമ്പന്നനാക്കുന്ന കർത്താവിനോട് വലിയ കാര്യം ചോദിക്കും. ഇസ്രായേൽ മക്കൾ 6 ലക്ഷം കുടുംബങ്ങൾ ഒരു രാത്രി കൊണ്ട് അവരെ സമ്പന്നനാക്കിയ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ ഒരു ദിവസം കൊണ്ട്, ഇന്ന് നാളെ ഈ സമയമാകുന്നതിന് മുമ്പ് നിന്റെ വീട് മാറ്റി മറിക്കാൻ കർത്താവിന് കഴിയും. ഈ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഇത്ര വലിയവനായ ദൈവപുത്രൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവനെ തന്ന് നമ്മെ വയലിൽ ഒളിച്ചു വച്ച നിധിയെ പോലെ കണ്ട് പോയി തനിക്കുള്ളതെല്ലാം ചെലവാക്കി നമ്മെ നേടിയ കർത്താവ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നവൻ, അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഈ ദിവസങ്ങൾ ഞാൻ ദൈവവചനം പറയുന്നത് ആനന്ദിച്ചാണ്, ആസ്വദിക്കുക. അതായത് ഇത് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എത്ര വലിയ ഭാഗ്യം, ഇത് പറയാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ലോ, ഈ വലിയ ശുശ്രൂഷയ്ക്കായി എന്നെ ആക്കിയല്ലോ. എൻ്റെ കൂടെ മീഡിയയിലെ കുറേ കുഞ്ഞുങ്ങളുണ്ട്, അവർക്കെല്ലാം ഭാഗ്യമാണ് ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്യാനും ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും ഇതിനു വേണ്ടി ഉറക്കളിക്കാനും. കുറേ ചെറുപ്പക്കാരുണ്ട്, അവർക്ക് പഠിക്കാൻ പോലും സമയം കിട്ടാറില്ല, എങ്കിൽ ഈ പ്രോഗ്രാം എല്ലാവരും ചെയ്യാറുണ്ട്. കർത്താവിൻ്റെ മക്കളെ, നമുക്ക് ഒരുമിച്ച് യേശുവിനെ ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കാം. ആയിരങ്ങൾ അറിയട്ടെ. ഈ മീഡിയ പ്രോഗ്രാമിന് ലക്ഷങ്ങളുടെ ചെലവാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു 16-17 ലക്ഷം രൂപ ചെലവായി. പുതിയ സ്പീക്കർ സിസ്റ്റം, പുതിയ മിക്സർ, എന്തെല്ലാം കാര്യങ്ങളാണ്, ഒത്തിരി ആവശ്യങ്ങളാണ്. കാരണം പിശാച് കൊണ്ടുപോയ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയയെ നമുക്ക് യേശു കർത്താവിന് വേണ്ടി, ഈ രാജാതി രാജാവിന് വേണ്ടി ഉപയോഗിക്കണം. ഇത് കേൾക്കുന്ന ആരൊക്കെ ഈ മിനിസ്ട്രിയോടൊരു ഭാഗമായി നിൽക്കാൻ ആഗ്രഹമെങ്കിൽ, ഞങ്ങളുടെ ഈ ഭാരിച്ച ഈ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങൽ തരാൻ താല്പര്യപ്പെടുന്നവർ, നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഈ മിനിസ്ട്രിയിലേക്ക് അയച്ചു തന്നാൽ, ഈ മിനിസ്ട്രിക്ക് അതൊരാശ്വാസമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഒരു വിഹിതം ഈ പ്രൈസ് ജനറേഷൻ്റെ മീഡിയ മിനിസ്ട്രിക്ക് വേണ്ടി അയച്ചു തരിക. ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാം ലോക രാജ്യങ്ങളിൽ അനേക ഭാഷകളിൽ എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, പുതിയ പുതിയ പാട്ടുകൾ, പ്രൈസ് ജനറേഷൻ്റെ പാട്ടുകൾ, അനേക പാട്ടുകൾ യേശുവിന് വേണ്ടി പുതിയതായി എഴുതി വെച്ചതുണ്ട്. അതെല്ലാം റിലീസ് ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ കൈത്താങ്ങൽ, മോശയുടെ കൈ അഹരോനും ഹൂരും താങ്ങിയതുപോലെ നിങ്ങൾ എത്ര പേർ കൈത്താങ്ങൽ തരും? അങ്ങനെ നമുക്ക് ഒരുമിച്ച്
ഈ കാര്യം ചെയ്യാം. കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരൻ ഞങ്ങൾക്ക് വലിയ കൂട്ടായ്മയുടെ ഒരു വലങ്കരം തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങാൻ അതിൻ്റെ ഒരു ഭാഗം അത് ആ പണം പ്രയോജനപ്പെട്ടു. അതുപോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നിങ്ങളുടെ വീട് സകലവിധ നന്മകളാലും നിറയും. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ ജനനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ ആഴ്ചയിൽ, അങ്ങയുടെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഈ ദിവസങ്ങളിൽ അങ്ങയുടെ നാമത്തെ കൂടുതൽ ഭൂമിയുടെ അറ്റത്തോളം എത്തിച്ച് പിശാചിന്റെ പിടിയിൽ കിടക്കുന്നവരെ വിടുവിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കട്ടെ. ഇന്നിത് കേൾക്കുന്ന എല്ലാ വീടുകളിലും അത്ഭുത മന്ത്രിയായ കർത്താവെ സൗഖ്യങ്ങൾ കൊടുക്കണം. രോഗബന്ധനങ്ങൾ അവരുടെ ശരീരങ്ങൾ വിട്ട് ഇത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വീട്ടിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി ആ വീട് മുഴുവനും സൗഖ്യമാകട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. സാമ്പത്തിക വഴികൾ അത്ഭുതകരമായി മക്കൾക്ക് തുറന്നു കിട്ടട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത്ഭുതമാകട്ടെ. ഈ മീഡിയയെ സഹായിക്കുന്ന ചെറുതായിട്ടും വലുതായിട്ടും കൈത്താങ്ങൾ തരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത്ഭുത മന്ത്രിയെ ഈ കുടുംബങ്ങളിൽ വലിയ ദൈവപ്രവൃത്തിയെ ചെയ്യണം. അടുത്ത ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് യേശുവിനെ ആരാധിപ്പാൻ കൃപ നൽകണം. എല്ലാ സ്തുതി ബഹുമാനവും യേശുവിന്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നാളെ വ്യാഴാഴ്ച രാവിലെ സഭയിൽ 10:30 മാളിക മുറിയിൽ വെച്ച് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. അത് മാളിക മുറി എന്ന ഒരു ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് മാളിക മുറി എന്ന് പറഞ്ഞത്. അത് ആ പെന്തക്കോസിന്റെ അനുഭവം ആവർത്തിക്കപ്പെടുന്ന ഇടമാണ്. കടന്നു വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. നാളെ രാവിലെ 10:30 കർത്താവ് അനുഗ്രഹിക്കട്ടെ.